പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അതുവഴി വരുമ്പോൾ ഒരു ചെറിയൊരു തടാകമുണ്ട്, ഇലവീഴ പൂഞ്ചിറ തടാകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യം പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ആദ്യമൊക്കെ പഴയ ആ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ മോശമുള്ള റോഡായിരുന്നു. ഇപ്പോൾ വാങ്ങിച്ച് പുതുക്കി നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട് കേട്ടോ. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും മൂലമറ്റം ഭാഗത്തേക്ക് സഞ്ചരിച്ച് കാഞ്ഞാർ ഗ്രാമത്തിലെത്തി അവിടെ നിന്നും വലത്തോട്ട് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇലവീഴ പൂഞ്ചിറയിലെത്താം. പാലായിൽ നിന്നും ഇലവീഴ പൂഞ്ചിറയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. കോട്ടയത്തു നിന്നും 55 കിലോമീറ്റർ അകലെയാണ് ഇലവീഴ പൂഞ്ചിറ. എന്നാൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് 20 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം. അപ്പോൾ നമ്മളിപ്പോൾ ഈ വരുന്ന വഴി ഇത് ചെറിയൊരു ഓഫ് റോഡാണ്. ഇവിടുന്ന് ഒരു 100 മീറ്ററുള്ള നമ്മൾ ഈ തടാകത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ തടാകം നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. നമ്മുടെ നിസാം അങ്ങോട്ട് പോയേക്കാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ചെറിയൊരു അരുവിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്ത് ചെറിയൊരു അരുവിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ തടാകം. ചെറിയൊരു തടാകമാണ്. എല്ലാ സെറ്റപ്പൊന്നുമില്ല നിസാമ, നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു തടാകമാണല്ലേ. അതെ അതെ, നല്ല ആഴമുണ്ട് തോന്നുന്നു അല്ലേ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ തടാകത്തിൽ എഴുതരുത്, ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ബോർഡ് ഉണ്ടല്ലേ. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്നാണ് പറയാം. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർ വളരെ സൂക്ഷിക്കുക അല്ലേ. കുപ്പി പ്ലാസ്റ്റിക്കുകളൊന്നും ഇവിടെ വലിച്ചെറിയാതിരിക്കുക, മലിനമാക്കാതിരിക്കുക. അതെ അതെ അതെ. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ട് വാച്ച് ചെയ്തിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് റിട്ടേൺ ഇലവീഴ പൂഞ്ചിറയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ ഈ പറഞ്ഞ ലൊക്കേഷനിലേക്ക്. അപ്പോൾ എന്തായാലും അവിടെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും അവിടെ ചെല്ലിട്ട് നമുക്കതിൻ്റെ വിശദമായിട്ടുള്ള ചരിത്രങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറയുടെ ടോപ്പിലായ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചായക്കടകളൊക്കെ ഉണ്ട്. ഇവിടെ വലിയ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വരും, പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്, ഈ സൈഡിലായിട്ട്. ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇലവീഴ പൂഞ്ചിറയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. ഇതിലങ്ങനെ കയറി പോകണം. അപ്പോൾ ഇവിടെ വന്നവർക്ക് വെള്ളം കുടിക്കാനും ചായ കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഓഫ് റോഡാണ്. അപ്പോൾ ഇങ്ങോട്ട് ബൈക്കൊന്നും അങ്ങനെ അലൗഡല്ല, ജീപ്പ് അലൗഡാണ്. ജീപ്പിന് 500 രൂപ കേട്ടോ. അതിപ്പോൾ ആൾ ഫുള്ളായാലില്ലെങ്കിലും ഒരാളാണെങ്കിൽ പോലും 500 വരെ മിനിമം ചാർജ്. ഇപ്പോൾ 5 പേരുണ്ടെങ്കിലും 6 പേരുണ്ടെങ്കിലും 500 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നടക്കണം കേട്ടോ ഈ ഓഫ് റോഡ്. നല്ല വെയിലാണ് കേട്ടോ, നമുക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇതുവഴിയാണ്. പക്ഷെ ഇവിടുന്ന് നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. അടിപൊളി കളറ്. വെറുതെ അല്ലാട്ടാ ഇവിടെ ഈ വഴി കൂടി ബൈക്ക് കയറ്റില്ല എന്ന് പറഞ്ഞത് സാറേ. അതെ അതെ, ഇമാതിരി വഴിയാണ് വേണ്ട ഈ വഴി കൂടി എങ്ങനെ കയറാനാണ് ബൈക്ക്? ജീപ്പ് തന്നെ പോണ് കഷ്ടിച്ചാണ്. ഗൈസ്, ഇവിടം വരെ ഉള്ളൂ കേട്ടോ നമ്മുടെ ജീപ്പ് വരുന്നത്. അപ്പോൾ 500 കൊടുത്ത് ഇവിടം വരെ വരൽ നഷ്ടമാണ്. ജീപ്പ് നമുക്ക് ഇവിടം വരെ വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഇനിയൊരു 1/2 കിലോമീറ്റർ മേളിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് തന്നെ കയറണം, ഇവിടം വരെ ജീപ്പ് വരുള്ളൂ. നമുക്കതാ ഈ ടോപ്പിലെത്താറാകുമ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചിറ. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലാണ് ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ ഇത് മാങ്കുന്നത്ത്, കടയന്നൂർ മല, താന്നിപ്പാറ എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3200 അടി ഉയരത്തിലാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത്. ഇതിന്റെ സമീപത്തായി മറ്റൊരു ആകർഷണമായി ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നു. ശക്തമായ കാറ്റുള്ളതിനാൽ താഴെയുള്ള ചിറയിൽ ഒരു ഇല്ല പോലും വീഴില്ല എന്നുള്ളതുകൊണ്ട് ഈ സ്ഥലത്തിന് ഈ പേര് വന്നു എന്ന് പറയപ്പെടുന്നു. ഈ പേര് മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാണ്ഡവരുടെ വനവാസക്കാലത്ത് അവർ ഈ സ്ഥലത്ത് വസിച്ചതായി പറയപ്പെടുന്നു. ഭീമസേനൻ പഞ്ചാലിക്കായി നിർമ്മിച്ച ഒരു ചിറ ഇന്നും ഇവിടെ ക്ഷേത്രത്തിന് സമീപമായി കാണാം. ഇല വീഴില്ല എന്ന് വിശ്വസിക്കുന്ന ഈ ചിറയുള്ള ഈ ഭാഗത്തിന് കാലക്രമത്തിൽ ഇലവീഴ പൂഞ്ചിറ എന്ന പേരായി.
ഗേസ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോകാൻ കേട്ടാ. അപ്പോൾ ഇവിടെ വന്നത് ഇപ്പോൾ നിസാം പറഞ്ഞ മാതിരി വളരെ നഷ്ടമാണ് അല്ലേ, ചിലവ് കൂടുതലല്ല, ഭയങ്കര നഷ്ടമാണ്. ഇവിടം വരെ വന്നത് നമുക്ക് നഷ്ടമാണ്. കാരണം വെച്ചാല് 5 ജില്ല ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്നൊക്കെ പറയണ്ടേ, എവിടെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കാണാം, ഇടുക്കി കാണാം, കോട്ടയം മലങ്കര ഡാം കാണാൻ പറ്റും. മലങ്കര ഡാം കാണാൻ പറ്റും. അതെ അതെ അതെ, വേറെ അങ്ങനെ വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഒരു മൂടിയ രീതിയിലാണ് കാണുന്നത്. അവർ പറഞ്ഞ ഫോട്ടോ വെച്ച് ബീച്ചിലും കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ വരാതിരിക്കില്ല ഏറ്റവും ബെറ്റർ. കാരണം കാണാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ ഒരു കുന്നിൻ്റെ മേളിൽ കയറുന്നതുകൊണ്ട് ചുറ്റി നോക്കുമ്പോൾ കുറേ മലകൾ കാണാം, അല്ലാതെ വേറെ വൈബൊന്നും ആസ്വദിക്കാനായിട്ട് അത്രത്തോളം ഒരു ഇതില്ല അല്ലേ, എൻജോയ് ചെയ്യാൻ പറ്റില്ല അത്ര തന്നെ. ഫാമിലി ആയിട്ടൊക്കെ ഇതിലും പോയത് എനിക്ക് വേണേൽ മറ്റേ ഇല്ലിക്കൽ കല്ല് പോകണമായിരിക്കും ഇതിലെ അല്ലേ. അതെ നിസാർ ഇവിടുന്ന് ഞങ്ങൾ ഒരു 15 കിലോമീറ്റർ ഇല്ലിക്കൽക്ക് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇല്ലിക്കൽ പോകാൻ പ്ലാൻ ചെയ്തേക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ബൈ. ബൈ.